ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെരുന്നാൾ വ്ളോഗുമായിട്ടാണ്. പെരുന്നാൾ വ്ളോഗ് എന്ന് പറയുമ്പോൾ തോളൂര് പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അപ്പച്ചനുണ്ട്, അതുപോലെ പിള്ളേർ രണ്ടാളും ഉണ്ട്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഓട്ടോറിക്ഷയിലാണ് പോണത്. ഇന്ന് സിജേട്ടല്ല, ചേട്ടന് നല്ല പനിയാണ്. അപ്പോൾ പെരുന്നാൾക്ക് പോകാനുള്ളൊരു അവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഓട്ടോറിക്ഷയിൽ പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നമ്മുടെ സെൻറ്ററൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പെരുന്നാൾ നടക്കുന്ന പള്ളി, തോളൂര് പള്ളി. ഇവിടെ ജൂലൈ മാസത്തിലാണ് പെരുന്നാൾ. നമ്മുടെ അൽഫോൺസമ്മയുടെ ഏക പള്ളിയാണ് കേട്ടത്. അപ്പോൾ അതേ ഇവിടെ അപ്പച്ചനും ഉണ്ണി എൻ്റെ വീഡിയോ എടുക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. അമ്മയും അപ്പവും ദേ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇവിടുത്തേക്ക് ഓട്ടോ കേട്ടോ. അപ്പോൾ നമ്മളിനി പള്ളിയുടെ അവിടേക്ക് പോവുകയാണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് കുർബാന കഴിഞ്ഞ് നേർച്ചയിടാൻ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നേർച്ചയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാ രൂപങ്ങളും ഇവിടെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേർച്ചയിട്ടിട്ട് വരാം കേട്ടോ. പിള്ളേർ നേരത്തെ അപ്പച്ചൻ്റെ കൂടെ പോയിട്ട് നേർച്ചയിടാണ്. ആദ്യം ലല്ലൂസ് നേർച്ചയിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൂസും നേർച്ചയിടാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ പിന്നാലെ ഞാനും അമ്മയും നേർച്ചയിടാൻ വരുന്നുണ്ട്. നമുക്ക് കാണാം. നമുക്ക് കുർബാന തുടങ്ങിയിട്ട് കുറേ നേരമായി. ഞാൻ ലാസ്റ്റ് ഭാഗം മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കിനി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരാളുടെ നേരെ പോയത് സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ. പള്ളിയിൽ പെരുന്നാൾക്ക് പോകുകയെന്ന് പറയുന്നത് മെയിൻ അവർക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും മേടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അവിടെ പോയി ഒരുപാട് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവൻ നിരീക്ഷിക്കുന്നുണ്ട് എന്താണ് മേടിക്കേണ്ടത് എന്നുള്ളത്. പക്ഷെ ഒന്നിലും അങ്ങനെ തൃപ്തി വന്നില്ല. അവസാനം പറഞ്ഞു എന്നോട്, അമ്മ എനിക്ക് ഇട്ടാപ്പൊട്ടി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ടാപ്പൊട്ടി മേടിച്ച് മൂപ്പര് ഹാപ്പി ആയിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ആ കമ്മൽ കട. അപ്പോൾ അത് കണ്ടപ്പോൾ 2-3 കമ്മൽ മേടിക്കണം തോന്നി. പിന്നെ അമ്മയൊന്ന് നിർബന്ധിച്ചു. അപ്പോൾ അങ്ങനെ കമ്മൽ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴത്തേക്ക് അവിടെ ബാൻഡ് സെറ്റ് തുടങ്ങിയിട്ടാ.
അങ്ങനെ ബാൻഡ് സെറ്റൊക്കെ കഴിഞ്ഞേ ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോൾ അവിടുത്തെ വിവിധതരം പലഹാരങ്ങൾ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേനും അവനൊരു ആഗ്രഹം ഒന്നും കൂടി അവിടെ പോയി ഒന്ന് നോക്കിയാലോ ഒന്ന്. അപ്പോൾ അങ്ങനെ നോക്കി അമ്മ 1-2 സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.